നേരത്തെ എനിക്കില് ശീലമായപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയും ഒരു പോസിറ്റീവ് വൈബൊക്കെ ഉണ്ട്. നമ്മുടെ ദിവസത്തിന് ഭയങ്കര ലെങ്ത് ഉള്ള പോലൊരു ഫീലാണ് കേട്ടോ. അത് കാരണം കൊണ്ട് ഈ ശീലം ഞാനങ്ങ് ശീലാക്കിയെന്ന്. അങ്ങനെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്ത മറ്റൊരു ദിവസത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഈ ലൈറ്റ് കെടുത്തുമ്പോൾ ദൂരെ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് കാട്ടിൻ്റെ അടുത്തായിട്ട് കാണുന്ന റബ്ബറും തോട്ടം ഉണ്ടല്ലോ, അവിടെ ചേട്ടന്മാർ ഇങ്ങനെ തലയിൽ ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ചിട്ട് പതുക്കെ കുഞ്ഞു വെളിച്ചത്തിൽ ഇങ്ങനെ റബ്ബർ വെട്ടുന്നതൊക്കെ കാണാൻ പറ്റും. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പതുക്കെ നമുക്ക് കിച്ചണിലേക്ക് കയറാം. ഇന്ന് ശ്രീകുട്ടനെ നേരത്തെ തന്നെ പറഞ്ഞയക്കണം. അത് കാരണം കൊണ്ട് അവൻ തലേദിവസം തന്നെ മെനു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്കൗട്ട് എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആവണം ബോഡിയെന്ന് തോന്നി. ഡാൻസ് ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റിഫ്നെസ് ഒക്കെ വരാം. അപ്പോൾ ഞാൻ കുറച്ച് ബദാമും നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു കട്ടയുണ്ടല്ലോ, ഇതെല്ലാവരും ചോദിച്ചു കേട്ടോ, ശ്രീ ഇത് എങ്ങനെ ഉണ്ടാക്കണേ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരെ വരുന്നുണ്ട്. ഇത് നമ്മുടെ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കസ്കസും ഒക്കെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് ക്യൂബ്സാക്കി വെച്ച് ക്യൂബ്സാക്കി വെച്ച് പിറ്റേ ദിവസം വെള്ളത്തിലിട്ട് നമ്മൾ കഴിക്കുന്നതാണ് കേട്ടോ. ഇന്ന് നമുക്ക് കടലയാണ്. കടല അതുപോലെ തന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇടിയപ്പത്തിൻ്റെ ആ ഒരു പരിപാടി പാളിപ്പോയായിരുന്നു. എന്നാലും നമുക്ക് കടല വേവിക്കാൻ വെക്കാം കേട്ടോ. ഇവിടെ ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്ക് കടല വേവിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവന് ചോറ് കൊടുത്ത് വിടാമെന്നായിരുന്നു ആദ്യം പ്ലാൻ. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് അവൻ്റേതായ ഒരു മെനു തന്നിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ അതുമ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ച്. അവൻ തന്ന മെനു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ദോശയുണ്ടല്ലോ, നമ്മുടെ ദോശയും അതുപോലെ തന്നെ ആ ദോശയിൽ മുക്കിയെടുത്തിട്ടുള്ള ടോസ്റ്റുമാണ് നമ്മുടെ മൈദയും പിന്നെ കുറച്ച് ഞാൻ പാൽപ്പൊടിയൊക്കെ കലക്കി ഒഴിക്കും മുട്ട കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം കൊണ്ട്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് അത് ഉണ്ടാക്കി കൊടുത്തു വിടുക. ഞാനാണെങ്കിൽ ആ ഒരു തിരക്കിൽ അതങ്ങ് പറയാനും ഷൂട്ട് ചെയ്യാനും മറന്നു പോയിടാം. അപ്പോൾ നമുക്കിതിങ്ങനെ കുറച്ച് പാൽപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മൈദയും പിന്നെ കുറച്ച് കോൺഫ്ലോറും ഒക്കെ ഇട്ടിട്ട് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ ദോശയായിട്ടും അതുപോലെ തന്നെ ബ്രെഡ് രണ്ട് സൈഡും മുക്കിയിട്ടും ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ന്യൂട്ടല്ലയും അതുപോലെ തന്നെ ജാമും ഒക്കെ വെച്ച് കൊടുക്കും. എന്തൊക്കെ പരിപാടികൾ ചെയ്തിട്ടാണെന്നറിയോ പിള്ളേർ രണ്ട് നേരത്തെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഒരാളുള്ള കാരണം കൊണ്ട് എനിക്ക് പിന്നെ പരാതികളൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും കുറച്ചധികം പിള്ളേരുള്ള ചേച്ചിമാരെ കുറിച്ച് ആലോചിക്കും, എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ അത് ശീലമാവൂലേ, അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമല്ല. അതിനെക്കുറിച്ച് ഇത്രയ്ക്ക് വെറിയിടാവേണ്ട ആവശ്യമൊന്നുമില്ല ശ്രീജ എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും. നമ്മൾ ന്യൂട്ടലൊക്കെ തേച്ച് കൊടുത്ത് സെറ്റാക്കി വിട്ടിട്ടുണ്ട്. അതൊരു 2 എണ്ണം, അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സും വെക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് 2 എണ്ണം, അതോടൊപ്പം തന്നെ ജാമാണ് ഉള്ളിൽ ഫിൽ ചെയ്യുന്നത്. വലിയ കാട്ടിൽ നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു ആപ്പിൾ എടുത്ത് മുറിച്ചപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ. അപ്പോൾ നമ്മൾ പുറമേ കാണുന്നതൊന്നും അല്ല, ഉള്ളിൽ വേറെയാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പലരിലും പല രൂപങ്ങളിലും വ്യക്തികളിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ മുറിച്ച് നോക്കി മാത്രം ഉപയോഗിക്കുക. അങ്ങനെ എടുത്ത് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കേട് മുഴുവൻ നമ്മൾ കഴിക്കേണ്ടി വരില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായല്ലോ. അപ്പോൾ കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രം വിശ്വസിക്കുക എന്തിനേയും എല്ലാത്തിനെയും എല്ലാവരെയും. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഡേറ്റ്സും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബദാമും ഒക്കെ സെറ്റാക്കി ശ്രീകുട്ടൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് ഇങ്ങനത്തെ വക പരിപാടികളാണെങ്കിൽ കഴിയും. പക്ഷേ ചോറ് കൂട്ടാൻ ഈ വക പരിപാടികളൊക്കെ കാലത്ത് തന്നെ നമുക്ക് തയ്യാറാക്കണം. കാരണം അവൻ ചോറുണ്ടിട്ടാണ് സ്കൂളിൽ പോവുക. അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നലത്തെ വറുത്ത മീൻ്റെ ബാക്കിയുണ്ടല്ലോ, വറുക്കാൻ വെച്ച മീൻ്റെ ബാക്കിയുണ്ടല്ലോ, അത് നമ്മളൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഇടിയപ്പം റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച ഇടിയപ്പം അവന് കൊടുത്തു വിടണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അവന് ഇടിയപ്പം ഇഷ്ടമാണ്, പക്ഷേ അവന് നാളികേരം പാലിലാണ് ഇടിയപ്പം കഴിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോഴേക്കും അത് നാളികേരവും വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടിയപ്പം കടലക്കറി ആക്കാമെന്ന്. പക്ഷെ അവനത് വേണ്ട, അവന് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് മതി എന്ന് പറഞ്ഞു. അത് മെനു ആയിട്ട് തന്നിട്ടുണ്ടായിരുന്ന ആൾ. മെനു തരാൻ ഇതെന്താ ഹോട്ടലോ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെയല്ല കേട്ടോ. തലേദിവസം അവൻ പറഞ്ഞു വയ്ക്കും, അമ്മ പ്ലീസ് ഇത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളത് ഒരു മെനുവാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ. എന്നാലും നമ്മളുള്ളിടത്തോളം കാലമല്ലേ ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഭാഗ്യൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്. പിന്നെ ഭാഗ്യൻ്റെ ജീവിത കഥകളിലൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണോടിപ്പിക്കുന്നതും നമ്മുടെ ഓർമ്മകൾ ഓടുന്നതും ഭാഗ്യൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തോന്നും ഞാനുണ്ടല്ലോ ഇപ്പോൾ ചെയ്തു കൊടുക്കാൻ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ്റെ ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരും. ആദ്യം നേരെ എണീറ്റ് പോയി ബാത്റൂമിൽ പോയി പല്ലേച്ച് കുളിച്ചിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ നേരത്തെ സ്കൂളിൽ പോകണമല്ലോ. നമുക്കൊരു 24 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം സ്കൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു 3-4 കിലോമീറ്റർ നമുക്ക് അവനെ കൊണ്ടുവിടും വേണം വണ്ടിയിൽ കയറാൻ വേണ്ടി. അങ്ങനെ തന്നെ പോയി ഞാൻ അയണൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്രീമൊക്കെ തേച്ച്, നമ്മൾ വിൻ്റർ അല്ലേ, അത് കാരണം കൊണ്ട് നമ്മൾ ക്രീമൊക്കെ ഉപയോഗിച്ച് തേച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട്. എന്തോ ഒരു കാര്യത്തിന് ഞാൻ അവളെ ഉപദേശിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോഴേക്കും എന്താ പരപരാതെ നമ്മുടെ നേരമൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ.
ചൂടാറിയപ്പോൾ നമ്മുടെ ആ ഒരു മാവ് ഒന്ന് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചിലപ്പോൾ ചേട്ടന്മാർ പണിക്കുണ്ടാവുമെന്ന് ഭാഗ്യം പറഞ്ഞായിരുന്നു, പിന്നെ ശാന്തമ്മ ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ മഞ്ഞൾ വെള്ളമൊക്കെ കുടിച്ച് സെറ്റാക്കി. അതാണ് കാലത്ത് ആദ്യം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ കുറച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ശ്രീകുട്ടൻ പ്രാർത്ഥിച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് അവന് ചോറ് കൊടുക്കാം. നമ്മുടെ ബാക്ക് സൈഡിൽ നിൽക്കുന്ന മൂവാണ്ടമാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആളുടെ പണി എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമൊന്ന് കൊഴിഞ്ഞു വീഴുന്ന കണ്ണിമാങ്ങകളും കുറച്ച് വലിപ്പമുള്ള മാങ്ങകളും ഒക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മുളകും തിരുമ്മി ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ തിരുമ്മി ഇങ്ങനെ വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം അതൊരു പാക്കറ്റിലാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകലാണ് പണി. സ്കൂളിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് വെച്ചതാണ്, ഞാൻ കൊടുത്തു വിട്ടില്ല കേട്ടോ. വല്ല വയറിളക്കം പിടിച്ച സ്കൂളിലുള്ള ടീച്ചർമാർക്കും ആയമാർക്കും പണിയാവില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ വീട്ടിൽ വന്ന് തിന്നാൽ മതി മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ സമ്മതിച്ചു. പിന്നെ ആൾ എന്ത് പറഞ്ഞാലും നമ്മളൊരു കാര്യം അതിൻ്റെതായ രീതിയിൽ നമ്മളെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളല്ലാതെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് അവരെ കാര്യമില്ല. അതിൻ്റെ പിന്നിലുള്ള റീസൺ കൂടി മനസ്സിലാക്കിയ കുറേ പിള്ളേരൊക്കെ അനുസരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ശ്രീകുട്ടൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആള് ഇതാ പോവാണ്. ശ്രീകുട്ടൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മുടെ മാത്രം ലോകമാണല്ലോ. അപ്പോൾ ഭാഗ്യനും ശ്രീകുട്ടനും കൂടി ഇനി കടയിൽ പോയിട്ട് വരട്ടെ കേട്ടോ. ശ്രീകുട്ടനും സ്കൂളിലേക്കാണ് പോണത്, ഭാഗ്യം കടയ്ക്ക്. അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പം അതൊക്കെ ഞാൻ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ. പിന്നെ ചുറ്റും നടന്ന് ഇവരെയൊക്കെ കാണലാണ് എൻ്റെ മെയിൻ പണി. അങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം പ്രകൃതിയും ഞാനുമായിട്ടുള്ള സല്ലാപങ്ങൾക്കൊടുവിൽ നമ്മൾ കുറേ കാര്യങ്ങളും പൂക്കളുണ്ടായതും അതുമത്തെ പുഴുക്കളെയൊക്കെ പറക്കിക്കളയലൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ ഇതൊരു റിഫ്രഷ്മെൻറ്റ് ടൈമാണ്. സത്യം പറഞ്ഞാൽ കാലത്ത് എണീറ്റ് നമ്മൾ ഒരു 1/2 മണിക്കൂർ നമുക്ക് വേണ്ടി ചിലവഴിക്കണം, യോഗ ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറയാറുള്ളത്. സാധാരണ ഒരു വീട്ടമ്മമാരെ അല്ലെങ്കിൽ സാധാരണ എന്നെ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ഒരാളാണ് നമ്മൾ, വീട്ടിൽ ഒറ്റയ്ക്കാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരും ഹെൽപ്പിനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പ്രാവർത്തികമാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ തെറാപ്പി എന്ന് പറയുന്നത് ഇതാ ഇവരാണ്, ഈ പൂവും കായും ഒക്കെ. അപ്പം ഞാനിന്ന് വെയിറ്റ് ഒന്ന് നോക്കി. എൻ്റെ വെയിറ്റ് എത്രയാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ കറണ്ട് വെയിറ്റ് ഇതാ 53 കിലോ 600 ഗ്രാം. അത് വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ 52 ആവും, ചിലപ്പോൾ 54 ആവും. അപ്പോൾ അത് മിഷീൻ്റെ കംപ്ലൈൻ്റ് ആണോ ഇനി ഞാൻ ഫുഡേക്ക് എടുക്കണതിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്നറിയില്ല. മണിയോടും നമ്മുടെ കരിയോടും 2.0-ഓടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവർ ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇനി അവരും ഞാനുള്ള ഒരു ലോക. അരിയുടെ ആ ഇടിയപ്പവും നല്ല നാളികേരം പാലും അത് മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പോൾ ഭാഗ്യം പറഞ്ഞു ചേട്ടൻ എന്ന് നമ്മുടെ അവിടുത്തെ ചെയ്യാറത്തെ പറമ്പില്ലേ, വാഴപ്പറമ്പ്, വലിയ വാഴപ്പറമ്പ്, അവിടെയാണ് ഇന്ന് നമ്മുടെ എന്താ പറയുക മറ്റേ വലിയ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാണ് അവരവിടെ. അപ്പോൾ കാലത്ത് നേരത്തെ 8 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം എന്ന് പറഞ്ഞു. 8 മണി അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് 7 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ അവൾ പോവാ. ശ്രീകുട്ടനെ കൊണ്ടാക്കി ആ വഴിക്ക് ചേട്ടന്മാരെ 3-4 പേരെ വണ്ടിയിൽ കയറ്റി അങ്ങനെ തന്നെ തലൂർക്ക് പോവും, അതായത് ചിയാരത്തേക്ക് പോവും. ചിയാരത്തുനിന്ന് പിന്നെ ചേട്ടന്മാരെ അവിടെ ഇറക്കി ആളങ്ങനെ കടയിൽ പോകും. അപ്പോൾ പോണ വഴിക്ക് ഞാൻ എന്തെങ്കിലും കഴിച്ചോളാൻ പോന്നെ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ നമ്മുടെ നുൽപ്പൂട്ട് ആ ഒരു സെക്ഷൻ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാം, കുറച്ച് നാൾ ചോറ് ഒഴിവാക്കി നോക്കാമെന്ന് വിചാരിക്കണം. നമുക്കിന്ന് പരിപ്പും വെള്ളരിക്കും ചക്കക്കുരും കറി, ചീര പൊട്ടിക്കണം, പിന്നെ ഇത് മതി. പിന്നെ മീൻ വറുത്തതുണ്ടല്ലോ. ചിലപ്പോൾ ശാന്തമ്മ വരും, വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ശാന്തമ്മ ഇങ്ങോട്ട് വരും. ശാന്തമ്മയ്ക്ക് ഇവിടെ വീടിൻ്റെ മുറ്റം വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ശാന്തമ്മയും ഞാനും കൂടെ ഒരുമിച്ച്. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. അപ്പോൾ ഞാൻ കടല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കടല നമ്മൾ വൈകുന്നേരം എന്താ ചെയ്യാന്നറിയോ, ഇതിൽ കുക്കുമ്പറും സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കം വേണമെങ്കിൽ ഇടാം, പിന്നെ തക്കാളിയും കൂടി ചോപ്പർ റൂട്ടിൽ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. നിങ്ങൾ തടി കുറയ്ക്കണം എന്നുള്ളവരാണെങ്കിൽ, ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ, തടി ഒരു വിഷയമല്ല, നമുക്ക് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഡേറ്റ് സിറപ്പ് കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കും. എത്രയോ വർഷങ്ങളായില്ലേ നിങ്ങൾ എൻ്റെ കൂടെ കൂടിയിട്ട്. ഇങ്ങനെ എൻ്റെ ചിട്ടകളും കാര്യങ്ങളും ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അത് കാരണം കൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വയ്ക്കാൻ പോകുന്നത് കാലത്തെ കഞ്ഞിക്കുള്ള കടലുപ്പേരിയാണ് കേട്ടോ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും അതുപോലെ തന്നെ സവോളയും വേപ്പിൻ്റെ ഇലയും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പോയി വേപ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ട് വരാം.
അത് തന്നെയാ പറഞ്ഞത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനലേരെ അപ്പുറത്ത് കാണുന്നതാണ് വേപ്പ്. അത് നമ്മളിവിടെ വന്നപ്പോൾ വെച്ചതാണ് കേട്ടോ. അത് ഒത്തിരി വലുതായി. അതിലിത്തിരി പെരിഞ്ചീരകവും കാശ്മീരി ചില്ലി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഈ പെരിഞ്ചീരകം ഇടുമ്പോഴേ നമുക്ക് നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലത്തെ ഒരു 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 രുചി കിട്ടാറുണ്ട്. പിന്നെ നമ്മളതിൽ നന്നായിട്ട് നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ എന്താടാ ഒട്ടാ നമ്മൾ തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ നമ്മുടെ ആ ചാറിന് നല്ല കട്ടി കിട്ടും കേട്ടോ. പിന്നെ കടലയൊക്കെ നമുക്ക് അരച്ചൊഴിക്കണമെങ്കിൽ അതൊക്കെ ആവാം. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നേരമില്ല. കാരണം ചേട്ടന്മാർ വരുന്നേക്കാളും മുന്നേക്ക് എനിക്ക് ഉച്ചയ്ക്കുള്ള പരിപാടികൾ വരെ ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് കടല അത് നമ്മുടെ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ മാറ്റിയല്ലോ, നമ്മുടെ പ്ലാൻ ബി നമ്മൾ സ്വീകരിച്ചല്ലോ. ഇതാവുമ്പോൾ എനിക്ക് 2 ദിവസത്തേക്ക് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ പാക്കറ്റ് ചപ്പാത്തി മേടിക്കാറുണ്ട് 50 രൂപയുടെ. അതാകുമ്പോഴും നമുക്ക് 2 ദിവസത്തേക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ അതിൽ ചെറിയൊരു മധുരം വരുന്ന കാരണം കൊണ്ട് പിന്നെ നമ്മളത് ഒഴിവാക്കി വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ പല ചേച്ചിമാരും ചേട്ടന്മാരും അറിയിച്ചപ്പോൾ, അനിയത്തിമാരും അറിയിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതവന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി തുടങ്ങാമെന്ന് കേട്ടോ. നമ്മളെ ചൂടുവെള്ളത്തിൽ കുഴച്ച് കൊടുക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചപ്പാത്തി 4 മടക്കിയിട്ടാണ് ഉണ്ടാക്കുക. ഒരു വട്ടത്തിൽ പരത്തും. പിന്നെ അതിനെ നമ്മൾ 4 സൈഡ് പരത്തി മടക്കി വീണ്ടും പരത്തും. ശാന്തമ്മ കൊണ്ടുവന്ന ചൂല, ഇത് നമ്മുടെ പുല്ല് ചൂലിനേക്കാൾ അടിപൊളിയാണ് കേട്ടോ. ശാന്തമ്മ വന്നിട്ടുണ്ട് പുറത്ത്. ആൾക്ക് കുറച്ച് ക്ലീനിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിന്റെ ചുറ്റൂട്ട. ഇതുകൊണ്ടാണ് ഫ്രീ ടൈലടിക്കാന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ശാന്തമ്മയാണ് ഇതുകൊണ്ടിട്ട് അടിക്കണ ആള്. ഞാൻ മറ്റേ ചൂലിലുണ്ട് അടിക്കാം. ആളിന്റെ പുല്ല് ചൂലിനേക്കാളും നല്ലതിൽ ഇങ്ങനെ ആക്കി കൊണ്ടുവരും. ഇതുകൊണ്ട് അടിക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ച് വെച്ചത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്ന് മേടിച്ച് വെച്ചത്. ഇപ്പോഴാണ് അതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാം കൂടെ തലേദിവസം വെള്ളത്തിൽ ഓട്സിൻ്റെ ഒപ്പം ഇട്ട് വെച്ചിട്ട് നമ്മുടെ കപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചു. എന്നിട്ട് ഇതിൽ ഇത്തിരി ഡേറ്റ് സിറപ്പ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കും. ഞാൻ പാൽ ഒഴിക്കില്ല കേട്ടോ. ഇവിടെ പാല് ഭാഗ്യനും അലർജിയാന്നേ. അത് കാരണം നമ്മൾ പാല് മേടിക്കൽ അപ്പാടെ നിർത്തി. നമ്മൾ വെറുതെ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് ശ്രീകുട്ടനെ നമ്മൾ ന്യൂട്ടലിയും പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഷേക്ക് ആക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ. പിന്നെ ഇത് നല്ല ഹെൽത്തിയാണ്. നമുക്ക് നന്നായിട്ട് മോഷൻ നന്നായിട്ട് പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ ഭയങ്കര ഫില്ലിംഗ് ആണ്. ഉച്ച വരയ്ക്കല്ല, ഒരു 3 മണി വരെ നമുക്കൊന്നും കഴിക്കേണ്ടതായിട്ട് തോന്നില്ല. പക്ഷേ നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ടൈമിൽ ഫുഡ് കഴിക്കുമ്പോൾ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും. അത് കാരണം കൊണ്ടാണ് നേരത്തിന് ഫുഡ് കഴിക്കാൻ പറയണത് എന്നാണ് ന്യൂട്രീഷന്മാർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ATVയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് അഭിനും അതുപോലെ തന്നെ പിള്ളേരൊക്കെ പറഞ്ഞിരുന്ന അറിവുകളാണ് കേട്ടോ. അത് കാരണം ഓൺ ടൈമിന് ഫുഡ് ഇത്തിരിയാണെങ്കിലും കഴിക്കണം അത്ര. അപ്പോൾ നമ്മുടെ ഫാറ്റ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ച കാര്യങ്ങളൊക്കെയാണ് അത്ര. അങ്ങനെ ഞാൻ നമ്മുടെ കാസ്റ്റ് അയണൊക്കെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള പരിപാടി തുടങ്ങാം കേട്ടോ. പരിപ്പ് വയ്ക്കാൻ ചിലപ്പോൾ പരിപ്പില്ലടോ. അപ്പം എന്നോട് ശാന്തം പറഞ്ഞു നമ്മുടെ ചക്കക്കുരു മാത്രം ഇട്ടാൽ മതിയെന്ന്. അപ്പം ഞാൻ ചക്കക്കുരു മാത്രം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലറച്ചില്ലാതെ കുറച്ച് കഷ്ണങ്ങൾ ഇവിടെ കേടാവാനായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും എടുത്ത് വെച്ച് നമുക്ക് ഇന്ന് നമ്മുടെ ചാറുകറിയോട് കൂടി പരിപാടികൾ അവസാനിപ്പിക്കാം. ശാന്തമ്മ പുറത്ത് വന്നാൽ പിന്നെ എനിക്ക് പുറത്ത് പോകണം. ശാന്തമ്മയുടെ കൂടെ അവിടെ വെളുപ്പാക്കി വെക്കാൻ നിൽക്കാം. അപ്പോൾ നമുക്ക് ചക്കക്കുരു, തക്കാളി, പച്ചമുളക്, വെള്ളരി, ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇവിടെ കൃഷ്ണേൻ്റെ കട വരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിപ്പൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ പോവാനുള്ള മടി കാരണം കൊണ്ട് ഞാൻ എന്നാൽ പിന്നെ ശാന്തമ്മ പറഞ്ഞ രീതിയിൽ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഒരു 10 മണി 10:30 ആകുമ്പോൾ ചായ വേണം. അപ്പോൾ ശാന്തമ്മ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചായ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്നാക്ക്, ഇപ്പോൾ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ 2 റസ്കോ അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ കഞ്ഞി കുടിച്ചായിരുന്നു ആൾ. അപ്പോൾ നമുക്ക് അരപ്പൊഴിച്ചിട്ട് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. അരപ്പിൽ നമ്മൾ നാളികേരം, കുറച്ച് വെളുത്തുള്ളി, ഒരു പൊറ്റ്, ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചി, പിന്നെ ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളത് നന്നായിട്ട് അടിക്കും. നമുക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ. എന്നിട്ട് സാധാരണ നമ്മൾ കടുകും വറ്റൽമുളകും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് കാച്ചിയെടുക്കും കേട്ടോ. അതാണ് നമ്മുടെ കറിയായിരുന്നത്. പക്ഷെ ആ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നേ. എനിക്ക് പരിപ്പില്ലാത്ത കാരണം കൊണ്ട് ആ കറി ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുമെന്നൊരു ടേസ്റ്റ് ഒരു തോട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇരുന്നില്ലടാ. അത് നല്ല രസത്തിൽ നല്ല അടിപൊളിയായിട്ട് പരിപ്പിനേക്കാളും നല്ല ഭംഗിയിൽ വന്നു. മാത്രമല്ല നമ്മുടെ ആ ഒരു ചക്കക്കുരുവൊക്കെ വെന്ത് ഇങ്ങനെ അടിഞ്ഞപ്പോഴേ പരിപ്പിട്ടൊരു ഫീൽ തന്നെയായിരുന്നു. അപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു കറിയാ. വീടിന്റെ മുറ്റത്ത് കുറച്ച് അടുത്ത് കൊടുത്ത പരിപാടികളാണ്. ഞാൻ പരിപ്പില്ലാത്ത കൂട്ടാന്ന് പറഞ്ഞ് കൂട്ടാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ ശാന്തമ്മ ശരി വെച്ചിട്ടുണ്ട് കറി സൂപ്പറാണെന്നുള്ള കാര്യത്തിൽ. ഞാൻ നോൺ വെജ് ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് അമ്പലത്തിൽ പോകണം വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ നമ്മുടെ കടലയും കറിയും പിന്നെ കുറച്ച് കുക്കുംബറും ഒക്കെ സെറ്റാക്കിയിട്ട് ഒരു ഇച്ചിരി ചോറുണ്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
ഈ പെണ്ണിന്റെ ഒരു കാര്യം ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും എന്നാണ് പറയാറുള്ളത്. ഇപ്പൊ കുറച്ച് ഓവറായിട്ട് ചെയ്യാം. ഞാൻ ആക്ച്വലി നാച്ചുറലി ഇങ്ങനെയാണ്, അത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനത് എഡിറ്റ് ചെയ്ത് മാറ്റില്ല. കാരണം നമ്മളിങ്ങനെ ആണ് എന്നറിഞ്ഞിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർ സ്നേഹിച്ചാൽ മതി എന്ന് വിചാരിക്കും ഞാൻ. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാൻ പോകണമെന്നറിയോ, നമ്മുടെ കാർ പോർച്ച് എന്താ പണിയാത്തതെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. കാർ പോർച്ച് പണിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ എടുക്കണം. അതിൽ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഉടനടി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് വീട് പണി കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ടെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് പുത്തൂർ പഞ്ചായത്തിലും ഇനി കാറ് വരാൻ പോകുന്നത് നമ്മുടെ വരന്തരപ്പള്ളി പഞ്ചായത്തിലുമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെഡ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ബൈക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഷെഡ് എനിക്ക് ഭാഗ്യം പണിത് തന്നു. അതിൻ്റെ ഉള്ളിലിരുന്ന് വെയിലൊന്നും കൊള്ളാതെ, ഇവിടെ ഉടുക്കത്തെ വെയിലും ഉടുക്കത്തെ തണുപ്പാണ് കാലത്ത്, നല്ല കാറ്റും. എൻ്റെ ആ പാറട പോലത്തെ ഡ്രസ്സ് കിടന്ന് ഒലയുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടുത്തെ കാറ്റിൻ്റെ തീവ്രത. ഞാൻ കാണിച്ചു തരാട്ടെ കാറ്റ് എങ്ങനെയാണെന്ന്. അങ്ങനെ ശാന്തമ്മ വീട് വൃത്തിയാക്കണോടത്തുനിന്ന് എനിക്കൊന്ന് സഹായിക്കാൻ വേണ്ടി ഓടി വന്നിട്ടുണ്ട്. എനിക്ക് ഈ ചെടികൾ ഇവിടെ വെക്കുക, ഇറക്കുക, വീണ്ടും വെക്കുക, ഇറക്കുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി. വീടിൻ്റെ മുറ്റം ശരിയാക്കാത്ത കാരണം കൊണ്ടും കാർ പോർച്ച് ശരിയാവാത്ത കാരണം കൊണ്ടും എന്തോ ഒരു വിരസതയാണ് കേട്ടോ ഗാർഡനൊക്കെ ചെയ്തെടുക്കാൻ. വീടിൻ്റെ മുറ്റം ശരിയാക്കിയിട്ട് വേണം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗാർഡൻ തയ്യാറാക്കി എടുക്കാൻ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ. പക്ഷെ നമുക്ക് കുറച്ച് വലിയ മുറ്റം ഉണ്ടടാ. നമ്മൾ വിചാരിക്കുന്ന ഒരു ബഡ്ജറ്റിൽ അത് നിൽക്കില്ല. ഒരു വീട് പണിയാനുള്ള പൈസ വേണം. വീടിൻ്റെ ചുറ്റും ഒരു മതിൽ കെട്ടി മറ്റേ നമ്മുടെ കടപ്പാക്കല്ലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോണോ ഒക്കെ പതിച്ചെടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് കാർ പോർച്ചും കൂടെ വേണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു സമയമുണ്ടല്ലോ, എല്ലാത്തിനും സമയമുണ്ട് ദാസാ. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി നടുകയാണ് കേട്ടോ. ഇത് താമര. ഇത് കുറച്ച് ദിവസമായിട്ട് പൂവുണ്ടാവൽ വളരെ കുറവാണ്. അപ്പം എന്നോട് പറഞ്ഞു ആ ചേച്ചി താമരയുടെ ഇലകളൊക്കെ വെട്ടിക്കളയാൻ. അങ്ങനെ അതൊക്കെ വെട്ടിക്കളഞ്ഞു. ഞാൻ കുറേ പണികളുടെ ഇടയിലായിരുന്നു. നിങ്ങൾക്ക് അതൊക്കെ കണ്ട ബോറടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതൊന്നും ആഡ് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇളയമ്മ വന്നിട്ട് ഒരു ആത്തച്ചക്ക കൊണ്ടുവന്ന് തന്നു. അങ്ങനെ മാറ്റി നട്ട നമ്മുടെ താമരയിൽ വെള്ളമൊക്കെ നിറച്ച് ആസ്വദിച്ച് എൻ്റെ ആ പകലുകൾ അങ്ങനെ ഞാൻ ചെലവഴിച്ചു. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നമ്മുടെ തോരണങ്ങളൊക്കെ പതുക്കെ അഴിച്ചു വെക്കാം. ഇതൊക്കെ അഴിച്ചു വെച്ചിട്ട് വേണം അടുത്ത കൊല്ലം വീണ്ടും ചാർത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ നമ്മുടെ പൂരം ഉണ്ടല്ലോ, പൂരത്തിന് ഇവിടെ എല്ലാവരും മലബൾബൊക്കെ ഇട്ട് വീടൊക്കെ നല്ല രീതിയിൽ അലങ്കരിക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് അലങ്കരിക്കേണ്ട, അലങ്കോല പണിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഞാനെല്ലാം പറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതാ പോകുന്നു ശാന്തമ്മ. ഇവിടെ അടുത്ത് തന്നെയാണ് വീട് കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ കൊണ്ടുവന്നാക്കാറുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ഇതൊക്കെ മടക്കി കൂട്ടി വെക്കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ശാന്തമ്മ ഒന്ന് നടന്ന് പൊക്കോട്ടെ, പതുക്കെ വാർത്താനം പറഞ്ഞ് നാട്ടുകാരോടൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ ആൾ വീട്ടിലെത്തുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കാം അല്ലേ. നമ്മുടെ താമര വെള്ളത്തിൽ കൈയിട്ട് അലമ്പിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു എന്താ പറയടാ ഭയങ്കര മണാണ്. അത് കാരണം ഞാനൊന്ന് ഓടിപ്പോയിട്ടൊന്ന് മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ആ താമര വെള്ളത്തിലിട്ട് കൈയിട്ട് മുക്കിയിട്ടേ ആകെ പൊട്ടമണോ, ഇപ്പോഴും പൊട്ടമണം. ഞാൻ കുളിച്ച് നമ്മുടെ പുതിയ ഉടുപ്പിട്ടു. ഇത് കണ്ടോ, ഇത് നമ്മുടെ ആൻറ്റി ടെർണിഷിൻ്റെ വളകളാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറേ വളകളുണ്ട്. ഞാനിവിടെ അങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കാട്ടാ. തരണ്ട കുറേ ഉണ്ട്. ഇന്നത് ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. 3. അപ്പോഴാണ് നമ്മുടെ ഡെൽസി ആൻറ്റി ഒരു കഷ്ണം ചക്ക തന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ നാടൻ ചക്കയാണ് കേട്ടോ. നാടൻ ചക്കയ്ക്ക് ആയൂർ ചാക്കിൻ്റെ ചക്കയുടെ ടേസ്റ്റേ അല്ല, വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ ആ ചക്ക കുറച്ച് ഇവിടെ ചക്കപ്രാന്തുള്ള ഒരാളുണ്ട് നമ്മുടെ ശ്രീകുട്ടൻ. അപ്പോൾ ചക്കയൊക്കെ അവന് നന്നായിട്ട് പൊളിച്ച് വെച്ചൊക്കെ കൊടുത്തു. അവന് സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരെ ചിലപ്പോൾ കുഞ്ഞൊരു ട്യൂഷൻ ഉണ്ട് ആൾക്ക്. ഒരു ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എനിക്ക് നേരില്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ ആൾ അങ്ങോട്ട് പോയിട്ടില്ല. ഇന്നാൾ നേരെ ഇങ്ങോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതേ കണ്ട നമ്മൾ നല്ല അടിപൊളി ചക്കയൊക്കെ കഴിച്ചു വന്നു. നമ്മുടെ നാടൻ ചക്ക. ഇവിടെ ചക്ക പഴുത്തു തുടങ്ങിയെന്നേ, നാടൻ ചക്കയും. അത് കണ്ടാ അപ്പോൾ ശ്രീകുട്ടനെ ഒരു കുറേ ദിവസമായി പറഞ്ഞാൽ ഡ്രീം കേക്ക് ഉണ്ടാക്കി താമ്മാന്ന്. പക്ഷേ എനിക്കിവിടെ ആരും മധുരം കഴിക്കാത്ത കാരണോണ്ടേ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ടെൻഡൻസി തോന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് മധുരം ഒഴിവാക്കി ഒരു ഇച്ചിരി സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതെന്നിട്ടെന്നറിയോ, നമ്മുടെ ക്രീമും അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും നമ്മുടെ ഡ്രൈ ആയിട്ട് കിട്ടില്ലേ അതും പിന്നെ നമ്മൾ
അതിൽ മിൽക്ക് മെയ്ഡും ആണ് ചേർത്തിട്ടുള്ളത്. ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇന്ന രീതിയെന്നൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു ലെയർ ഇത് ഇങ്ങനെ ആഡ് ചെയ്ത്, പിന്നെ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുത്ത്, പിന്നെ വീണ്ടും നമ്മൾ ആ ഒരു മിക്സ് ആഡ് ചെയ്ത്, അങ്ങനെ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് കണ്ടത്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേച്ചി ചെയ്യുന്നത് കണ്ടതാണ്, ചേച്ചി അനിയത്തി ആരോ. അപ്പോൾ ഞാനത് ഇത് നല്ല പരിപാടിയാണല്ലോ, നല്ല സ്വീറ്റായിട്ട് എന്തെങ്കിലും നമുക്ക് ഡെസേർട്ട് കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ആണെങ്കിൽ ഇപ്പം ഇൻഗ്രീഡിയൻസുകളൊക്കെ ഉണ്ടാവും ചെയ്തായിരുന്നു. പക്ഷേ ക്രീം കുറച്ച് നാൾ അധികമായിട്ട് ഇരിക്കുന്ന കാരണം കൊണ്ടേ ഭയങ്കര ലൂസായ ഫീലിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചില ഡിഷുകൾ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ് നാശമായി പോവാതെ ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ ഒരു സംഭവം. അങ്ങനെ നമ്മൾ ലെയർ ആക്കിയിട്ട് ഇതിനെ നമുക്കൊരു 4 മണിക്കൂർ ഫ്രീസ് ചെയ്യാം കേട്ടോ. ചക്കക്കുരും മാങ്ങയും ചക്കക്കുരും ഇരുമ്പുളിയും ചക്കക്കുരും തക്കാളിയും ചക്കക്കുരും മുരിങ്ങക്കായും, അങ്ങനെ ചക്കക്കുരുവിൻ്റെ കാലമായിട്ടുണ്ടെങ്കിൽ ഒരു ചക്കക്കുരുവിൻ്റെ നിര തന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ. അപ്പം ഞാൻ ചക്കക്കുരുവൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഈ ചക്കക്കുരു പുഴുങ്ങിയിട്ടേ ഉപ്പും മുളകും അതുപോലെ തന്നെ കാന്താരിയൊക്കെ പൊടിച്ച് അതിൽ മുക്കി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് അത്ര. അപ്പം അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് വെച്ചിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം പരിപാടികളും ചെറിയൊരു വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം ശ്രീകുട്ടന് ഇഷ്ടമായി. നമുക്കിനി വേലയ്ക്ക് പോവാം കേട്ടോ. നമ്മുടെ പാറമേക്കാവ് അമ്പലത്തിൽ വേലയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. കാര്യം ഞാനൊരു തൃശ്ശൂർക്കാരിയാണെന്നുണ്ടെങ്കിലും ഈ പൂരപ്പറമ്പിൻ്റെ ഈ വഴികളിലൂടെ നടക്കുന്നത് ഭയങ്കര വിരളാണ് കേട്ടോ. എനിക്ക് ഇന്നിതിൽ ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നടന്നപ്പോഴാണ് തോന്നിയത്, എന്തു ഭംഗിയല്ലേ, എന്തു വൈബാണല്ലേ. ഇത്രയും തിരക്കുള്ള നമ്മുടെ റൗണ്ടിൽ നമ്മുടെ ജയസൂര്യ പറഞ്ഞ പോലെ തന്നെ ഒരു തിരക്കില്ലാത്തൊരു ഏരിയ നമ്മുടെ വടക്കുന്നാഥൻ്റെ ആ ചുറ്റുവട്ടങ്ങളൊക്കെ. ഇതാ കാണുന്നതാണ് പാറമേക്കാവ് അമ്പലം. അവിടെ നല്ല വർണ്ണശബളമായ രീതിയിൽ നോക്കി എന്തു ഭംഗിയില്ല അമ്പലം അണിയിച്ചൊരുക്കുകയെന്ന് നമുക്ക് ഉള്ളിൽ പോവാം കേട്ടോ. പഴങ്ങൾ കൊണ്ട് കണ്ടോ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ഭയങ്കര അത്ഭുതകരമായിരുന്നു. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകളില്ല. അത് കാരണം നിങ്ങൾ കണ്ടോളൂ എന്ന് പറയാനേ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിൽ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുള്ള കാരണം ഞാൻ വലിയ കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. എങ്കിലും നല്ല ഭംഗിയിൽ അമ്പലമൊക്കെ അണിയിച്ചൊരുക്കി വയ്ക്കുന്നു. നമുക്ക് ഉള്ളിൽ പോയി പ്രാർത്ഥിച്ച് അമ്മേനെ കണ്ടിട്ട് വരാം. മേളം കേട്ടാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒരുക്കിയ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ചെന്നുപെട്ടത് ആനയുടെ ബാക്കിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ആ അമ്പലത്തിലത്തെ അവസാന ദിവസമായ കാരണം കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ, ആനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പൂരം പോലെയല്ല, വേലയാണ്. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അപ്പോൾ ആളുടെ കൂടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞോടി നല്ല രസമാണ്, വാ കാണാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഭാഗ്യനും ശ്രീകുട്ടനും ഞങ്ങളുടെ പിള്ളേര് ഗ്യാങ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ പോയി അവിടുത്തെ എന്താ പറയുക ചടങ്ങുകളൊക്കെ കണ്ട് അവിടുത്തെ കുറേ ആൾക്കാരെ കണ്ടു. കുറേ ആൾക്കാരെ കണ്ടു. ഞാൻ എല്ലാവരോടും പറ്റാവുന്നവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ശ്രീ ചാനൽ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ തന്ന ഭയങ്കരമായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്തു അത്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ മടങ്ങാണ് കേട്ടോ. നമ്മൾ എങ്ങോട്ടാണ് മടങ്ങണമെന്ന് അറിയൂ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. തൃശ്ശൂർ വന്നിട്ട് എല്ലാവരും കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ പിള്ളേരൊപ്പം ഒക്കെ നിന്നിട്ട് ഇതാ ഫോട്ടോസൊക്കെ എടുത്തു. വടക്കുന്നാഥൻ്റെ അതിൽ കൂടെ നമുക്കിനി വണ്ടിയുടെ അടുത്തേക്ക് പോകാം.
പുറത്തേക്ക് പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അവർക്ക് ഒരു വൈബ്. ശ്രീകുട്ടൻ ഞാൻ പറയാറില്ലേ, ശ്രീകുട്ടൻ്റെ ഒറ്റയ്ക്കുള്ള ലോകത്ത് നിന്ന് ബാക്കിയുള്ള ആരെങ്കിലും കിട്ടുമ്പോൾ ആൾ ഭയങ്കര ഹൈപ്പറാവും. അങ്ങനെ ഞങ്ങൾ കനേഡിയിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ മസാല ദോശയുടെ ഉള്ളിൽ ചിക്കൻ ഗ്രേവി വെച്ചിട്ട് ഒരു ചിക്കൻ മസാല ദോശ കഴിച്ചു. അതാണിപ്പോൾ ഈ കാണുന്ന സംഭവം. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ 2 ദിവസത്തേക്ക് വേറെ ഒന്നും കഴിക്കേണ്ടി വരില്ല, അത്രയും വലിപ്പമുണ്ട്. നല്ല സ്വാദിഷ്ടമായ ചമ്മന്തികൾ ഉണ്ടായിരുന്നു. പച്ച ചമ്മന്തി, ചുവപ്പ ചമ്മന്തി, പിന്നെ വെള്ള ചമ്മന്തി. ഇതിൽ ചുവപ്പ ചമ്മന്തി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഭയങ്കര സ്പൈസി കഴിക്കുന്ന ഒരാളായ കാരണം ഉണ്ടാവും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫ്രൈഡ് റൈസുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടൻ എവിടെയുണ്ടോ അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരിക്കും. കുറച്ച് ക്യാമറ ഫോബിയോസ് എൻ്റെ കൂടെ ഉണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ അവരുടെ മുഖമൊന്നും കാണിക്കണില്ല. ഞങ്ങളുടെ പിള്ളേരുകളെയും അതുപോലെ തന്നെ ഭാഗ്യനെയും കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിക്കുകയായിരുന്നു. നമ്മൾ പിന്നെ അൽഫാമും അതും ഇതും ഒക്കെ ആയിട്ട് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ വേറെ മേടിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ഭക്ഷണവും നല്ലൊരു സന്ധ്യയും സമ്മാനിച്ച എൻ്റെ കൂട്ടുകാർക്കും അതോടൊപ്പം ഇത് കണ്ടിരുന്ന നിങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.